നമസ്കാരം. കേരള എക്സ്പ്രസിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് കേരള എക്സ്പ്രസ് ഇന്ന് യാത്ര ചെയ്യുന്നത്. 2004 മണ്ഡല പുനർനിർണയത്തോടെ അടിമുടി മാറിയ മണ്ഡലമാണ് കോട്ടയം. കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലൂടെ ഒരു യാത്ര. മുൻവിധികൾക്കും പ്രവചനങ്ങൾക്കും വഴങ്ങുന്നതല്ല കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സെന്ന മുൻകാല അനുഭവം. മധ്യ തിരുവിതാംകൂറിന്റെ ഈ ഹൃദയഭൂമിയെ കേരള കോൺഗ്രസിന്റെ വാഗ്ദത്ത ഭൂമിയെന്നും UDFന് വളക്കൂറുള്ള മണ്ണ് എന്നും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. എന്നാൽ 1984 ഇന്ദിരാ തരംഗത്തിൽ പോലും കേരളത്തിൽ ചെങ്കുടി പാറിയ അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം എന്ന കാര്യം വിസ്മരിക്കരുത്. സാമുദായിക സംഘടനകൾക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ് കോട്ടയത്തേത്. NSS, ഓർത്തഡോക്സ് സഭ, CSI സഭ എന്നിവയുടെ ആസ്ഥാനം ഉള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ പല രാഷ്ട്രീയ ധ്രുവീകരണങ്ങളുടെയും കേന്ദ്രബിന്ദുവായി ഇവ മാറാറുണ്ട്. കോട്ടയം റവന്യൂ ജില്ല നേരത്തെ കോട്ടയം, മൂവാറ്റുപുഴ എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് കിടന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് 3 മണ്ഡലങ്ങളിലായി. കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ കോട്ടയം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ടയ്ക്കൊപ്പവും ചങ്ങനാശ്ശേരി, മാവേലിക്കരയ്ക്കൊപ്പവുമായി. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിരുകൾ പുതുക്കി നിശ്ചയിച്ചപ്പോൾ എറണാകുളം ജില്ലയിലെ പിറവം നിയമസഭാ മണ്ഡലം കൂടി കോട്ടയത്തിനൊപ്പം ചേർന്നു. അപ്പോൾ മൂവാറ്റുപുഴ എന്ന ലോക്സഭാ മണ്ഡലം ഇല്ലാതാവുകയും ചെയ്തു. പിറവത്തിനു പുറമെ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, പാല എന്നിവയാണ് കോട്ടയത്തെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ. ഇങ്ങനെ രൂപത്തിനൊപ്പം ഭാവവും മാറിയാണ് കഴിഞ്ഞ തവണ കോട്ടയം മണ്ഡലം പുനരവതരിച്ചത്. ഇതോടെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളിലും ഏറെ മാറ്റമുണ്ടായി. കത്തോലിക്ക സഭയ്ക്ക് പുതിയ കോട്ടയം മണ്ഡലത്തിൽ നിർണായക സ്വാധീനമാണ് ഉണ്ടായത്. ഹാട്രിക് വിജയം നേടി മിന്നി നിന്ന CPMന്റെ കാലിടറാൻ ഇത് ഒരു പരിധിവരെ കാരണമാവുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു തിരിഞ്ഞുനോട്ടം. CPMന്റെ വണ്ടർബോയ് സുരേഷ് കുറുപ്പും കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരു മാണിസാറിന്റെ മകൻ ജോമോൻ എന്നറിയപ്പെടുന്ന ജോസ് കെ മാണിയും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണത്തെ പോരാട്ടം. BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയും. അപ്രതീക്ഷിത തോൽവിയോടെ കോട്ടയത്ത് നിന്നും പിൻവാങ്ങേണ്ടി വന്ന കേരള കോൺഗ്രസിന് അഭിമാന പോരാട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2004 മൂവാറ്റുപുഴയിലേറ്റ കനത്ത തിരിച്ചടിയുടെ നാണക്കേടുമായാണ് ജോസ് കെ മാണി കോട്ടയത്ത് ഭാഗ്യപരീക്ഷണത്തിനെത്തിയത്. BJP നേതൃത്വം കൊടുത്ത ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാനത്ത് ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോൾ മൂവാറ്റുപുഴയിൽ 3ാം സ്ഥാനത്തായി പോയി ജോസ് കെ മാണി. രാഷ്ട്രീയ ഭാവി പോലും തുലാസിലായിരുന്ന സാഹചര്യത്തിൽ കോട്ടയത്ത് മത്സരിക്കാനെത്തുമ്പോൾ എതിരിടേണ്ടി വന്നത് കോട്ടയത്തെ CPMന്റെ എക്കാലത്തെയും കരുത്തനായ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പിനെയും. ഒരു കാലത്ത് കേരള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കോട്ടയം സീറ്റിൽ നിന്ന് അവരെ ഏറെക്കാലം അകറ്റി നിർത്തിയത് സുരേഷ് കുറുപ്പെന്ന ഊർജ്ജസ്വലനായ യുവ നേതാവായിരുന്നു. രമേശ് ചെന്നിത്തല, PC ചാക്കോ, ആന്റോ ആന്റണി എന്നീ കരുത്തന്മാരെ മുട്ടുകുത്തിച്ച് ഹാട്രിക് വിജയത്തിളക്കവുമായാണ് സുരേഷ് കുറുപ്പ് 5ാം അംഗത്തിന് തയ്യാറായത്. മറുവശത്ത് ജോസ് കെ മാണിക്കാകട്ടെ മൂവാറ്റുപുഴ പരാജയവും പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു വിഭാഗത്തിന്റെ മുറുമുറുപ്പും ഒക്കെ അതിജീവിക്കണമായിരുന്നു. തീവാറിയ പോരാട്ടം നിരവധി കണ്ട കോട്ടയംകാർക്ക് ഈ ഏറ്റുമുട്ടൽ പക്ഷേ പുതിയ അനുഭവമായിരുന്നു. വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് 1/4 നൂറ്റാണ്ടായി അകറ്റി നിർത്തപ്പെട്ടതിന്റെ കണക്ക് തീർക്കാൻ കേരള കോൺഗ്രസും KM മാണിയും അരയും തലയും മുറുക്കിയിറങ്ങിയപ്പോൾ പോരാട്ടം തീപാറി. സുരേഷ് കുറുപ്പ് ജോസ് കെ മാണി ഏറ്റുമുട്ടൽ എന്നതിലുപരി CPM KM മാണി ബലാബലമാണ് 2009 കോട്ടയത്ത് കണ്ടത്. 4 തവണ കോട്ടയത്ത് നിന്ന് ജയിച്ച് മണ്ഡലത്തിൽ സുപരിചിതനായി മാറിയ സുരേഷ് കുറുപ്പിന് പക്ഷേ 2009 കാര്യങ്ങൾ എളുപ്പമായില്ല. മണ്ഡലത്തിനായി ചെയ്ത കാര്യങ്ങളും ചെലവഴിച്ച പണത്തിന്റെ കണക്കുമൊക്കെ തലനാരിഴ കീറി കുറുപ്പിന് വിശദീകരിക്കേണ്ടി വന്നു. കോട്ടയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാതിരുന്ന A ഗ്രൂപ്പിന്റെ പിന്തുണയും ജോസ് കെ മാണിക്കുണ്ടായി. കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിധി എഴുതാനുള്ള അവസരം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി നേരിട്ട് വോട്ട് പിടിക്കാനെത്തിയത് ജോസ് കെ മാണിക്ക് ശുഭസൂചനയായി. കേരള കോൺഗ്രസിലെ കരുത്തനായ സ്കറിയ തോമസിനെ തറപറ്റിക്കാൻ സുരേഷ് കുറുപ്പിന് സഹായകമായ ഘടകങ്ങൾ 1/4 നൂറ്റാണ്ടിനിപ്പുറം ജോസ് കെ മാണിയുടെ സഹായത്തിനുമെത്തി. യുവത്വത്തോട് എന്നും മമത കാട്ടിയിട്ടുള്ള കോട്ടയത്തിന് സുമുഖനായ ജോസ് കെ മാണിയെ അവഗണിക്കാനായില്ല. 71,570 വോട്ടുകൾക്ക് സുരേഷ് കുറുപ്പിനെ മലർത്തിയടിച്ച് ജോസ് കെ മാണി മണ്ഡലം തിരിച്ചുപിടിച്ചു. 1/4 നൂറ്റാണ്ടിന് ശേഷമായിരുന്നു കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ വിജയം. ആകെ പോൾ ചെയ്ത 8,80,85 വോട്ടുകളുടെ
50.13% നേടിയായിരുന്നു UDF വിജയം. 4,04,962 വോട്ടുകൾ. 41.27% വോട്ടുകൾ നേടാനേ സുരേഷ് കുറുപ്പിനായുള്ളൂ. 3,33,392 വോട്ടുകളാണ് ഇടതുമുന്നണി നേടിയത്. 53,034 BJPയുടെ വോട്ട് 37,422 കുറഞ്ഞത് വോട്ട് കച്ചവടമെന്ന നാണക്കേട് പാർട്ടിക്ക് സമ്മാനിച്ചു. ജാതി മത സംഘടനകൾക്ക് നിർണായക സ്വാധീനമുള്ള കോട്ടയത്ത് ഇടതുമുന്നണിയുടെ തോൽവിക്കും UDF വിജയത്തിനും കാരണമായതും ഈ ഘടകങ്ങൾ തന്നെയായിരുന്നു. പിന്നാക്കക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും ആനുകൂല്യങ്ങൾ നൽകുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനം NSSനെ ചൊടിപ്പിച്ചിരുന്നു. പക്ഷേ മണ്ഡല പുനർനിർണയത്തോടെ നായർ വോട്ടുകളിൽ വന്ന കുറവ് UDFന് തുണയായി. മൃദു സമീപനം പുലർത്തിയിരുന്ന സമുദായത്തിന്റെ വോട്ടുകൾ കുറഞ്ഞത് സുരേഷ് കുറുപ്പിന് തിരിച്ചടിയും. അതിരുകൾ മാറിയതോടെ കത്തോലിക്ക വോട്ടുകൾ വർദ്ധിച്ചതും UDFന് സഹായകമായി. മണ്ഡലത്തിലെ പ്രധാന ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊന്നായ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ച ഭരണവിരുദ്ധ നിലപാട് 2009 ഇടതുമുന്നണിക്ക് വിനയായി. ഓർത്തഡോക്സ് മഹാസമ്മേളനത്തിന് കോട്ടയം നെഹ്റു സ്റ്റേഡിയം വിട്ടുകൊടുക്കാത്ത നഗരസഭയുടെ നിലപാടും സഭയുടെ എതിർപ്പിന് കാരണമായി. 2004 തെരഞ്ഞെടുപ്പിൽ കുറുപ്പിന് നിർണായകമായ 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ചങ്ങനാശ്ശേരി മാവേലിക്കര മണ്ഡലത്തിനൊപ്പമായതും ഇടതു തോൽവിക്ക് ആക്കം കൂട്ടി. അതിരുകൾ മാറിയതോടെ കത്തോലിക്ക വോട്ടുകൾ വർദ്ധിച്ചത് UDFന് സഹായകമായി. തുടർച്ചയായി 15 വർഷം MP ആയിട്ടും മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനത്തിന് കാര്യമായൊന്നും സുരേഷ് കുറുപ്പിന് ചെയ്യാനായില്ലെന്ന UDF പ്രചരണവും ജനങ്ങൾ അംഗീകരിച്ചു. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പാല കോട്ടയത്തിനൊപ്പമായതും ജോസ് കെ മാണിയുടെ വിജയത്തിൽ നിർണായകമായി. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാത്രം 24,351 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജോസ് കെ മാണിക്ക് കിട്ടിയത്. 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ കയ്യിലുണ്ടായിട്ടും വൈക്കം സീറ്റിൽ മാത്രമാണ് CPMന് ലീഡ് നേടാനായത്. അതും 1827 വോട്ടുകളുടെ മാത്രം. പാലായ്ക്ക് പുറമെ കടുത്തുരുത്തിയും പുതുപ്പള്ളിയും ജോസ് കെ മാണിയെ കൈയയച്ച് സഹായിച്ചു. അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന ഇടത് സർക്കാരിനെതിരായ വികാരത്തിനൊപ്പം പ്രാദേശിക വിഷയങ്ങളും മുന്നണിയിലെ പടലപ്പിണക്കങ്ങളും ഒത്തുചേർന്നപ്പോൾ ജോസ് കെ മാണിക്ക് മുന്നിൽ സുരേഷ് കുറുപ്പ് മുട്ടുകുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇക്കുറി കാര്യങ്ങൾ. കഴിഞ്ഞ തവണ ഭരണവിരുദ്ധ വികാരം സുരേഷ് കുറുപ്പിന് നേരെയായിരുന്നുവെങ്കിൽ ഇത്തവണയത് ജോസ് കെ മാണി MPയാകും വേട്ടയാടുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. മണ്ഡലത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ഉള്ളത് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ അതികായനായ മാണി സാർ സ്വന്തം മകനായ ജോസ് കെ മാണിയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഒരു പിന്തുടർച്ചക്കാരനെ കൂടി മാണി സാർ മനസ്സിൽ കാണുന്നു എന്ന് വ്യക്തം. ന്യൂ ജനറേഷൻ നേതാവിനെ കാത്തിരിക്കുന്ന പുതിയ കാല രാഷ്ട്രീയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഇടുക്കി സീറ്റ് വിവാദം, PC ജോർജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തർക്കം, റബ്ബർ വിലയിടിവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഭരണവിരുദ്ധ തരംഗം, വിലക്കയറ്റം. ജോസ് കെ മാണിയുടെ ഉറക്കം കെടുത്താൻ പര്യാപ്തമായ നിരവധി വിഷയങ്ങളിൽ ചിലത് മാത്രമാണിത്. ജോസ് കെ മാണി മത്സരിക്കുന്നത് കോട്ടയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുക ഇടുക്കി ജില്ലയാകും. പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്തെ 123 വില്ലേജുകളിൽ ഭൂരിഭാഗവും ഇടുക്കി ജില്ലയിലാണ്. ഈ മേഖലകളെ ഒഴിവാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് ഹരിത ട്രിബ്യൂണൽ സ്വീകരിക്കുന്ന നിലപാട് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും നിർണായകമാണ്. ഇടുക്കിയിലെ മേഖലകളെ ഒഴിവാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് ട്രിബ്യൂണൽ പുറംതിരിഞ്ഞാൽ ജോസ് കെ മാണിക്കത് അഗ്നിപരീക്ഷയാകും. ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും ജോസ് കെ മാണിക്ക് ശുഭകരമല്ല. എ ഗ്രൂപ്പുകാരനായ സിറ്റിംഗ് MP PT തോമസിന് നിലവിലെ സീറ്റ് നഷ്ടമായാൽ അതിന്റെ അലയൊലി കോട്ടയത്തെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. PT തോമസിനെ തന്നെ മത്സരിപ്പിച്ച് കേരള കോൺഗ്രസിന് സീറ്റ് നിഷേധിക്കാൻ മുന്നണി തീരുമാനിച്ചാലും ആദ്യ പ്രതികരണം കോട്ടയത്ത് ജോസ് കെ മാണിക്കെതിരാകും. ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം പാർട്ടിയുടെ നേതാവും സർക്കാർ ചീഫ് വിപ്പുമായ PC ജോർജും വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. PC ജോർജിന്റെ ഇടപെടലുകളും പ്രസ്താവനകളുമാണ് തിരുവഞ്ചൂരിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടമാക്കിയതെന്ന വികാരം ജില്ലയിലെ എ ഗ്രൂപ്പുകാർക്കിടയിൽ സജീവമാണ്. ഇതിനെ മറികടക്കാൻ ഉമ്മൻചാണ്ടിയുടെ സഹായം ജോസ് കെ മാണിക്ക് തേടേണ്ടി വരും. ദില്ലിയിൽ ഷീലാ ദീക്ഷിത്തിനെയും കോൺഗ്രസിനെയും ഉള്ളി പൊളിച്ചതുപോലെയാക്കിയത് കുതിച്ചു കയറിയ ഉള്ളിവിലയാണെങ്കിൽ കോട്ടയത്ത് റബ്ബർ വില ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യം ഉറപ്പ്. കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ റബ്ബർ വ്യാപാരം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് റബ്ബർ വിലയിടിവിന് കാരണം എന്ന വികാരം ജില്ലയിലെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കുമുണ്ട്. ഇതിനെ ചെറുക്കാൻ MP എന്ന നിലയിൽ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ജോസ് കെ മാണിക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതിനൊക്കെ പുറമെയാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇടപെട്ടില്ല എന്ന എതിർപക്ഷത്തിന്റെ വിമർശം. ഇതിനൊക്കെയിടയിലും സാമുദായിക എതിർപ്പുകൾ കുറവാണെന്നത് UDF ക്യാമ്പിന് ആശ്വാസമാണ്. അതേസമയം
ഓർത്തഡോക്സ് യാക്കോബായ തർക്കം വീണ്ടും സജീവമായത് സർക്കാരിന് തലവേദനയായിട്ടുണ്ട്. അത് രൂക്ഷമായാൽ ജോസ് കെ മാണിയുടെ പ്രകടനത്തെയും ബാധിച്ചേക്കാം. രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ നിലവാരം കൂടിയിരിക്കുന്ന കോട്ടയത്തേക്ക് അനുവദിക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മികച്ച നേട്ടങ്ങളായി MP ഉയർത്തിക്കാട്ടുന്നത്. വിവാദങ്ങൾക്ക് ഇട നൽകാതെ പ്രവർത്തിക്കാനായതും മുതൽക്കൂട്ടായി വലതുപക്ഷം ഉയർത്തിക്കാട്ടുന്നു. എന്തൊക്കെയാണ് ജോസ് കെ മാണി എന്ന MP യിൽ നിന്നും കഴിഞ്ഞ 5 വർഷം കോട്ടയത്തെ ജനങ്ങൾക്ക് കിട്ടിയത്? അത് അദ്ദേഹം തന്നെ പറയും ഒരു ഇടവേളയ്ക്ക് ശേഷം.